ഒരു നോവൽ നാം വായിക്കാനെടുക്കുന്നു. വായിച്ച് വായിച്ച് നീങ്ങവേ ആ നോവലിൽ നിന്ന് ഇതുവരെയും ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിരുപാധികമായ സ്നേഹത്തിൻ്റെ തിരയിളക്കങ്ങൾ നാം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഒരു നോവലിന് നമ്മോട് സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ മിണ്ടിക്കൊണ്ടിരിക്കാൻ കഴിയുമോ എന്ന് നാം അത്ഭുതപ്പെടുന്നു. വായിക്കുമ്പോൾ വരികളിൽ തിങ്ങി നിറയുന്ന സ്നേഹത്തിൻ്റെ അനുഭൂതി വായന തീരുമ്പോൾ നഷ്ടമാകുമോ എന്ന് ഭയന്ന് നാം വായന പതുക്കെയാക്കുന്നു. ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്താൽ സ്നേഹാനുഭവത്തിൻ്റെ ധന്യത അപ്പോൾ തന്നെ തീർന്നാലോ എന്ന് വിചാരിച്ച് ആ പുസ്തകത്തിൻ്റെ താളുകൾ ഓരോന്നും ദിവസങ്ങളെടുത്ത് സാവകാശം വായിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്നു. ഒരു പുസ്തകം നൽകുന്ന സ്നേഹത്തിൻ്റെ സുഖമുള്ള തടവിൻ്റെ താളുകളിൽ നാം പെട്ടുപോകുന്നു. അപ്പോഴും ആ നോവലിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആർക്കും വായിക്കാനാകാത്ത നിഗൂഢ ലിപികളുള്ള ഡയറി കുറിപ്പുകളിൽ എന്താണ് എന്ന ആകാംക്ഷ കൊണ്ട് നാം വായന വേഗത്തിലാക്കുന്നു. നാം എല്ലാം ഒരു പക്ഷേ സ്നേഹം എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് അതിർത്തികൾ നഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന അഭയാർത്ഥികളാണ് എന്ന് ഒടുവിൽ മനസ്സിലാക്കുന്നു. തപോമയിയുടെ അച്ഛൻ എന്ന ശ്രദ്ധേയമായ നോവൽ വായിച്ചു തീരുമ്പോൾ വായനക്കാരിൽ പലരുടെയും മനോവികാരം ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. ഒരു പക്ഷേ പുതിയ പുതിയ പതിപ്പുകളിലൂടെ കൂടുതൽ വായനക്കാരിലേക്ക് പലായനം തുടരുന്ന തപോമയിയുടെ അച്ഛൻ എന്ന നോവലും അതിൻ്റെ രചയിതാവ് പ്രമുഖ നോവലിസ്റ്റും കഥാകൃത്തുമായ സന്തോഷ് കുമാറുമാണ് ഇന്ന് തത്സമയം നമ്മോടൊപ്പം ഉള്ളത്. നിരവധി പേർ വായിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വായന തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ നോവലിൻ്റെ രചയിതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ സന്തോഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു കൗതുകകരമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അത്ഭുതകരമായിട്ടുള്ള ഒരു ചലച്ചിത്രം നമ്മൾ കണ്ടു തീർന്നാൽ ആ ചിത്രം എങ്ങനെ സാക്ഷാത്കരിച്ചു എന്ന് സംവിധായകനോട് ചോദിച്ചാൽ അപൂർണമായിട്ടുള്ള ഉത്തരമേ കിട്ടൂ. കാരണം പല വ്യക്തികളുടെ, കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രവർത്തന ഫലമാണ് ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഒരു നോവലിസ്റ്റിനോടാണ് ആ ചോദ്യമെങ്കിൽ എല്ലാ ഉത്തരങ്ങളും തരാൻ നോവലിസ്റ്റിന് കഴിയും. നോവലിസ്റ്റിന് ആ ഒരു ബാധ്യതയുമുണ്ട്, അത് കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൽഹിയും കൊൽക്കത്തയും കിഴക്കൻ ബംഗാളും ബർമ്മയും അതിർത്തി രാജ്യങ്ങളും അഭയാർത്ഥി പ്രവാഹങ്ങളും എല്ലാം നിറഞ്ഞ തപോമയിയുടെ അച്ഛനും അച്ഛൻ്റെ നിഗൂഢമായ ഡയറി കുറിപ്പുകളും എല്ലാം ചേർന്നിട്ടുള്ള ഈ ബൃഹത് നോവൽ താങ്കളുടെ മനസ്സിൽ എന്നാണ് ആദ്യമായിട്ടൊരു സ്ഫുരണമായിട്ട് വന്നത്? പിന്നീട് എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറി എന്നുള്ള എൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാൻ ഇതുവരെ ഈ പുസ്തകം വായിച്ച് അത്ഭുതപ്പെട്ടവർക്കും വായിക്കണമോ എന്ന വിചാരത്തിലിരിക്കുന്നവർക്കും താല്പര്യമുണ്ടാവുമെന്ന് കരുതുന്നു. ഈ നോവലിന്റെ ഒരു കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുള്ളതാണ്. ഒരുപക്ഷെ ഒരു നീണ്ട കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു ലഘു നോവലായിട്ടോ ഒക്കെ വരാൻ തരത്തിലുള്ള ഒരു പാകത്തിനുള്ള ഒരു പ്രമേയ തന്തു അതിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എഴുതാനായിട്ട് പറ്റിയിരുന്നില്ല. പല തരത്തിൽ ഞാനത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പരിസരങ്ങളോ അഭയാർത്ഥികളോ കൽക്കത്തയോ ഡൽഹിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള ഒരു പ്രമേയം എന്ന് പറയാം. മലയാളികളായിട്ടുള്ള ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നത്, പിന്നീട് അവര് ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും ഡോക്ടറുടെ ചികിത്സയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതേസമയം ഒരു വളരെ ഹിംസാത്മകമായിട്ടുള്ള ഒരു റേപ്പിന് ഈ സ്ത്രീ വിധേയമാവുകയും അങ്ങനെ പെൺകുട്ടി ഒരു കുഞ്ഞുണ്ടാവാൻ ശ്രമിക്കുകയും ഭർത്താവിന് അത് സഹിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമേയം. അതായത് തന്റെ പിതൃത്വം ഇല്ലാത്തവരെ അല്ലെങ്കിൽ ഒരു ക്രിമിനലിന്റെ പിതൃത്വം വരുന്ന ഒരാളെ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ ഒരു പിതാവായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സ്വയം വിഷമിക്കുന്ന അങ്ങനെ ഒരു ഈ കേന്ദ്ര പ്രമേയമായിട്ടുള്ള ഒരു കാര്യം വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ ഇതൊക്കെ വിട്ടു എഴുതാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൽക്കത്തയിലെ 2019 കാലഘട്ടത്തിൽ താമസിക്കാൻ പോയി. കൽക്കത്തയിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ അത് ഒരുപാട് അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു വളരെ പഴയ ഒരു നഗരമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എത്തിയപ്പോ അതുപോലെ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി വായിക്കുകയൊക്കെ ചെയ്തപ്പോ ഇതിൽ ഈ പഴയ പ്രമേയം ഇതിലേക്ക് കടന്നു വന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ അക്കാലത്ത് എന്നെ ആകർഷിച്ചിരുന്ന ഈ സൈന്ധവ നാഗരികതയുടെ സ്ക്രിപ്റ്റുകൾ ഇനിയും വായിക്കാൻ സാധിച്ചിട്ടില്ലാത്ത, ഇനിയിപ്പോ പലപ്പോഴും ഈ തമിഴ്നാട് ഗവൺമെന്റ് ഒക്കെ അതിന് വലിയൊരു ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാപിച്ച് ഇത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ. അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒരു ഗൂഢലിപിയോടുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ചില വായനകളൊക്കെ ഇങ്ങനെ ഒരു കൗതുകത്തിന്, അതൊരു സ്കോളർലി വായന എന്നല്ല, ഒരു ഇഷ്ടം കൊണ്ടുള്ള ഒരു വായന ഇങ്ങനെ നടന്നിരുന്നു. അതെല്ലാം കൂടി ചേർന്നപ്പോ ഒരു നോവലിലേക്ക് യോജിപ്പിച്ചു കൊണ്ടുവരാവുന്ന തരത്തില് ഈ കഥയെ, ഈ പഴയ കഥാതന്തുവിനെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. ഇപ്പൊ മനീഷ്
തീർച്ചയായിട്ടും അറിയുന്നുണ്ടായിരിക്കും. ഒരു കഥയും ഒറ്റ കഥയല്ല, അനേകം കഥകളുടെ ഒരു 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 സംഗമം അതിൽ സംഭവിക്കുന്നുണ്ട്. കഥയിലും നോവലായാലും അല്ലെങ്കിൽ ഒരു കഥാപാത്രം പോലും അങ്ങനെയാണ്. ഒരൊറ്റ കഥാപാത്രം അല്ല ഒരു ഒരു ക്യാരക്ടർ നമ്മൾ എഴുതുക. അനേക ആളുകളുടെ കാര്യങ്ങളും സ്വഭാവ സവിശേഷതകളൊക്കെ ഒത്തുചേർന്ന് നിൽക്കുന്ന, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നു. അതുപോലെ തന്നെയാണ് ഈ കഥയും ഉണ്ടായിട്ടുള്ളത്. 2019-20 കാലഘട്ടത്തിലെ ജ്ഞാനഭാരം എന്ന് പറഞ്ഞിട്ടൊരു നോവല് എഴുതണ്ടേ, അത് കൽക്കത്ത പശ്ചാത്തലത്തിലുണ്ടായത്. ആ സമയത്ത് തന്നെ ആലോചിച്ചിട്ടുള്ള ഏതാണ്ട് മുഴുവനായിട്ട് കയ്യിലുള്ള ഒരു നോവലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഭംഗിയുള്ള തുടക്കം കിട്ടിയിരുന്നില്ല. കഥ അറിയാമായിരുന്നു. കഥ ഞാൻ ചിലവരോടൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു അങ്ങനെ ശീലം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ കഥ ദീർഘമായിട്ട് പറയാറുണ്ട്. അപ്പൊ കഥ കൊള്ളാന്ന് പറഞ്ഞത്, പക്ഷെ എനിക്കത് മുന്നോട്ട് പോകാൻ ആ സമയത്ത് പറ്റിയിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു മാധ്യമത്തിൽ നിന്നുള്ളൊരു നിർബന്ധം വന്നപ്പോ അപ്പൊ ഞാനത് ഈ തീമനെ ആലോചിക്കുകയും എനിക്ക് തൃപ്തിയായിട്ടുള്ള ഒരു തുടക്കം അതിന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം പറയാനുള്ളത്. കൂടുതൽ അങ്ങനെ വിശദീകരിക്കല്ല, അത് പല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എന്നുള്ളപ്പോ ഗണേഷ് പറഞ്ഞത് ശരിയാണ്. രണ്ട് വാക്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ സംസാരിച്ചതിൽ നിന്ന്. ഭംഗിയുള്ള ഒരു തുടക്കം കിട്ടിയില്ല, അല്ലെങ്കിൽ തൃപ്തിയുള്ളൊരു തുടക്കം എന്നുള്ളത്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഈ സന്തോഷ് കുമാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ കഥയുടെയൊക്കെ എല്ലാം ഉള്ളിലുണ്ട് എങ്കിൽ തന്നെയും ആദ്യമായിട്ട് പേന എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എഴുതുകയാണെങ്കിൽ വിരൽത്തുമ്പ് വയ്ക്കുമ്പോൾ വരേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഭംഗിയുള്ള തൃപ്തിയുള്ള ആ നിമിഷത്തിന് വേണ്ടി എത്ര നാളുകൾ മാറ്റിവെക്കും എഴുത്തൊക്കെ. അത് വന്നിട്ടേ, അല്ലെങ്കിൽ അത് ഉരുവപ്പെട്ടിട്ടേ ആ യാത്ര ആരംഭിക്കുകയുള്ളൂ എന്നതാണോ? വ്യക്തിപരമായിട്ട് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് നമ്മൾ ഈ തുടക്കകാലത്ത് നമ്മൾ നിരന്തരം എഴുതൂല. ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു നല്ല തുടക്കം, നമുക്ക് സന്തോഷമുള്ള, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു തുടക്കത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് കഥകൾ വലിയ പ്രശ്നമാണ്. കാരണം പാക്ഡ് ആണല്ലോ. ഈ സാധനം വളരെ സാന്ദ്രമായിട്ട് വരേണ്ടതാണ്. ഈ കഥ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് പോകുന്നറിയാതെ ഇങ്ങനെ മാറ്റി മറിച്ചും ഇങ്ങനെ വളരെയധികം അധ്വാനിക്കുന്ന ഒരു ശീലം ഇപ്പൊ എനിക്കുണ്ട്. കഥകളൊക്കെ വല്ലാതെ വൈകുന്നത്. 1 കൊല്ലം 1.5 കൊല്ലൊക്കെയാണ് ഒരു കഥ കഴിഞ്ഞിട്ട് മറ്റൊരു കഥയിലേക്ക് പോകാനുള്ള സമയം കിട്ടുന്നത്. അത് കഥയില്ലാതെയല്ല, കഥ എഴുതാനുള്ള ഈ പറഞ്ഞ നേരത്തെ ഉള്ള തുടക്കത്തിന്റെ ഒരു വലിയ വിഷയമുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞു, ചിലപ്പോൾ ഇടയിൽ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും തുടക്കം എന്നുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് എഴുതാനായിട്ട്, അല്ലെങ്കിൽ എനിക്കെങ്കിലും രണ്ടാമത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് സന്തോഷമെങ്കിലും കിട്ടണം. എന്നാലല്ലേ വായനക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ശാഠ്യമുള്ളതുകൊണ്ട് തുടക്കം വലിയ പ്രശ്നമാണ്. ചിലപ്പോഴൊക്കെ എഴുത്തിന്റെ ഒരു പ്രതിസന്ധി പോലെയാണെന്ന് തോന്നാറുണ്ട്. എഴുതി പോണമെന്ന് പറയും എഴുത്തുകാരൊക്കെ. എങ്ങനെയാണ് വേണ്ടത്? പ്രത്യേകിച്ച് നോവലൊക്കെ നമ്മളെങ്ങനെ നീട്ട് എഴുതി പോവുകയും പിൽക്കാലത്ത് തിരിച്ചു വന്ന് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പല നോവലിസ്റ്റുകൾ പറയാറ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിത് ആദ്യത്തെ ഒരു ചാപ്റ്ററൊക്കെ വളരെ വൃത്തിയായിട്ട് അതും വളരെ പണിയെടുത്തിട്ടാണ് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ തപോമയ്യിയുടെ അച്ഛൻ എന്ന ഈ പുസ്തകം വായിക്കുമ്പോൾ മലയാളി എന്നുള്ള നിലയ്ക്കുള്ള വായന മാത്രമല്ല, ഇത് പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെട്ടാൽ ആ ഭാഷകളിലെല്ലാം നിലനിൽക്കുകയും മറ്റ് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുകയും ആ യാത്ര തുടരുകയും, അതിർത്തികൾ ഭേദിച്ച് യാത്ര തുടരുകയും ചെയ്യാവുന്ന ഒന്നാണ് ഇതിൻ്റെ ആഖ്യാനവും അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ഒരു സംവേദന സ്ഥലവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്താം, ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്താം, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താം. അതിർത്തികളും പലായനങ്ങളും അഭയാർത്ഥികളുമുള്ള ഏത് രാജ്യത്തിലേക്കും ഭാഷയിലേക്കും ഇതിനെ പരിഭാഷപ്പെടുത്താം. അങ്ങനെ പരിഭാഷയിലേക്ക് സജ്ജമായ അനവധി തലങ്ങളുണ്ട് എങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിട്ട് ഇതിൽ ഏറ്റവും വലിയ ഒരു ഉണർവ് എന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നേരെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലാവണ്യത്തിൻ്റെ ഒരു അംശം നൽകിക്കൊണ്ട്, കലയുടേതായ നിഗൂഢതയുടെ അംശം വെച്ചുകൊണ്ടാണ് എപ്പോഴും എഴുത്തുകാരൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. ഇതിൽ തപോമയ്യിയുടെ അച്ഛനും തൻ്റെ ജീവിതത്തെ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും ആ സാക്ഷാത്കാരം അത്രയൊന്നും എളുപ്പം ആരും അറിയരുത്, എളുപ്പം എന്നല്ല, അറിയുകയേ വേണ്ട, പക്ഷേ ഒരു ഭാഷ ഉപയോഗിക്കുന്നു. അങ്ങനെ കലാകാരികൾ സർഗപ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലാവണ്യത്തിൻ്റെ നിഗൂഢ ഭാഷയെ ഇതിനകത്ത് ആന്തരികമായിട്ട് തപോമയ്യിയുടെ അച്ഛൻ തൻ്റെ ജീവിതമെന്ന സർഗാത്മകതയാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, യാത്രയെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ആ രചനയുടെ മറ്റൊരു അംശം അതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിനെ സാർവത്രികമായിട്ടുള്ള ഒരു പുസ്തകമാക്കി മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അത്തരം വിചാരധാരകൾ എഴുതുന്ന വേളയിൽ ഉണ്ടായിരുന്നോ?
അത്തരം തീർച്ചയായിട്ടും അത്തരം ചില സന്ദർഭങ്ങളാണ് എന്നെ എഴുത്തിലേക്ക് ഉന്മുഖനാക്കുന്നതെന്ന് ഞാൻ പറയാം. ഇങ്ങനെയുള്ള ഒരു 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 സബ്ജക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ചില സംഘർഷങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ചില ഈ പറഞ്ഞ നിഗൂഢതകൾ. ഈ നിഗൂഢതകളുടെ കാര്യം തന്നെ പറയുന്നത് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ വലിയ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില അന്തർജീവിതങ്ങൾ നയിക്കുന്നുണ്ടാവും. അത് നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത, ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ മറ്റു പോലും പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ ഒളിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. ഇത് ഇപ്പൊ ഈ തപോമയുടെ അച്ഛന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് പുറത്തു വരിക എന്നുള്ളത് അയാളെ സംബന്ധിച്ച് ചില ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുക. അയാളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ തപോമയി എന്ന് പറയുന്ന മകനെ തന്നെ ഒരുപക്ഷെ അയാൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണല്ലോ അതിന്റെ വിഷയം. അത് തന്നെയല്ല, അയാൾക്ക് പുറത്തു പറയാനാവാത്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തു പോയി, ഇനി അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെന്നുള്ളതില്ല. അങ്ങനെ പരിഹാരമില്ലാത്തൊരു തെറ്റ് വരുന്നു. അതൊക്കെ അയാളെ തീർച്ചയായിട്ടും അയാളെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ അത് ആരോടും പറയാതെ എവിടെയെങ്കിലും നമ്മൾ അതൊന്ന് ഇറക്കി വെക്കണം എന്നുള്ള, ഒരു കുമ്പസാരം പോലെ ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഷയിൽ വേണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു കുമ്പസാരത്തിൻ്റെതായിട്ടുള്ള ഒരു നിഗൂഢ ലിപി ഒരുപക്ഷെ നമ്മളിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ചെറിയ ജീവിതങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് വലിയ ഒരു ഒരു പ്രതിസന്ധി പോലെ നിൽക്കുന്നുണ്ടാവും. അത് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി പോലുമാണ് ഈ ഭാഷ. ഈ ഭാഷ എന്നുള്ളത് ഒരു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. ഈ മനുഷ്യന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു രീതിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് അതൊരു പുതിയ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഈ മനുഷ്യ ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷം, അതിപ്പോ നമ്മൾ എത്ര വലിയ പ്രത്യയശാസ്ത്രം പറഞ്ഞാലും ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഒക്കെ പുറകിൽ വ്യക്തിപരമായിട്ടുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പൊ ഈ സംഘർഷം ഉണ്ടാകുന്ന വ്യക്തി താല്പര്യങ്ങള്, വ്യക്തികളോടുള്ള വിയോജിപ്പുകള്, അതുപോലെ തന്നെ തിരിച്ചു പറയാനാവാത്ത തരത്തിലുള്ള ചില സംഗതികൾ, കുറ്റബോധം, ഇതൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു രീതിയാണ് ഈ ഗൂഢഭാഷ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഗൂഢഭാഷ ഒരു വശത്ത് നിൽക്കെ തന്നെ ഈ പുസ്തകത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുകയും പുസ്തകത്തിലൂടെ തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, നിരുപാധികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു അലയൊലികളാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സമാന്തരമായിട്ട് ഈ ഗൂഢലിപികൾ അതിനെ ഡീകോഡ് ചെയ്ത് കണ്ടെത്തുക, മറ്റൊരാളുടെ പാപത്തിൻ്റെ രഹസ്യമറിയുക എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു തുടിപ്പൊരു ഭാഗത്തുണ്ട്. ഏതോ ഒരു ഘട്ടത്തിൽ അതിനപ്പുറം, അത് പ്രസക്തമോ അപ്രസക്തമോ ആവട്ടെ, സ്നേഹമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിലൂടെയുള്ള യാത്രയിലൂടെ പുസ്തകം അടച്ചു വെച്ച് കഴിഞ്ഞാലും നാം മുന്നോട്ട് പോവുക വേണമെന്നുള്ള തലത്തിലേക്ക് ഈ നോവൽ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതാൻ തീരുമാനിക്കുന്ന വേളയിലോ എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിലോ ഇതിനു മുൻപ് പലായനവും അഭയാർത്ഥികളും ഒക്കെ വിഷയമായിട്ട് വന്നിട്ടുള്ള, ഇപ്പോൾ വാസ്തുഹാരയാവട്ടെ, CV ശ്രീരാമൻ്റെ ആനന്ദിൻ്റെ അഭയാർത്ഥികളോ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ മരുഭൂമികൾ ഉണ്ടാകുന്നതോ ആകട്ടെ, ലോക സിനിമകളിലുടനീളം നാം കണ്ടിട്ടുള്ള അതിർത്തികൾ കടന്നുള്ള പലായനങ്ങളെക്കുറിച്ചുള്ള ദൃശ്യങ്ങളുടെ ഓർമ്മകളാവട്ടെ, അതിൽ നിന്നൊക്കെ ഏതൊക്കെ രീതിയിൽ വ്യത്യാസപ്പെടേണ്ടതുണ്ട്, അതിൻ്റെ ഒരു അംശം പോലും ഇതിൽ വരരുത് എന്നുള്ള വിചാരവും കൂടി ഇത് എഴുതുന്ന വേളയിൽ താങ്കളെ ഭരിച്ചിരുന്നുവോ? ഈ മറ്റുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ ഭാഷയിലുള്ള പ്രധാനപ്പെട്ട ഈ വാസ്തുഹാരയായാലും അഭയാർത്ഥികളായാലും ഒരു പരിധി വരെ ആൾക്കൂട്ടം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ പല ഡോക്യുമെന്ററികൾ, ഇപ്പൊ സമീപകാലത്തുള്ള നമ്മുടെ കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളെ പറ്റി എഴുതുന്ന പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെന്ററി, ഒരു ചൈനീസ് ശില്പ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള IYV ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമൻ ഫ്ലോ എന്നുള്ള ഡോക്യുമെന്ററി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പലായനമായിട്ട് ബന്ധപ്പെട്ട ചില ദീർഘമായിട്ടുള്ള ലേഖനങ്ങൾ, റോഹിംഗ്യൻ അവസ്ഥപ്പെട്ടുള്ള അങ്ങനെയുള്ള കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് നിൽക്കുകയും അതൊരിക്കലും നോവലിനെ ബാധിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കാരണം ഒരു പണ്ഡിതൻ നോവൽ എഴുതി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു ഈ വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങൾ, ഇമോഷണൽ കണ്ടന്റ് എടുക്കാനാണ് ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് എഴുത്തില്. അപ്പൊ ഈ നോവലുകളിൽ, മറ്റു പറയുന്ന നോവലുകളിൽ എനിക്ക് തോന്നുന്ന മിക്കവാറും ചരിത്രപരമായിട്ടുള്ള, രാഷ്ട്രീയമുള്ള
അതിന്റെയൊക്കെ ഘടകങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അത് തെറ്റാന്നുള്ളതല്ല, അത് അവരുടെ ഒരു വഴിയാണ്. വലിയ എഴുത്തുകാരായിട്ടുള്ള അവരുടെയൊക്കെ വഴി അതാണ്. എന്റെ വഴി അങ്ങനെയല്ല. ഞാനത് എല്ലാം നമ്മളൊരു തെരുവിലൂടെ നടക്കുമ്പോൾ, തെരുവാണ് ഈ തെരുവിലുള്ള കടകളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് പശ്ചാത്തലം. അതേസമയം നടന്നു പോകുന്ന മനുഷ്യരും അയാൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വൈകാരികമായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അത് എഴുതാനാണ് ഞാൻ ശ്രമിക്കുന്നത് എപ്പോഴും. തന്നെയല്ല, ഈ വ്യക്തികള് അത് മനീഷ് അറിയുന്ന പോലെ കറുപ്പും വെളുപ്പിലും ഉള്ള ആളുകളല്ല, പൂർണ്ണമായിട്ടും കറുപ്പോ പൂർണ്ണമായിട്ടും വെളുപ്പോ ഉള്ള ആളുകളല്ല ഉള്ളത്. എല്ലാ മനുഷ്യരിലും ഏറിയും കുറഞ്ഞും നന്മതിന്മകളുടെ ഒരു മിശ്രിതം എന്ന് പറയാൻ തരത്തിൽ ജീവിതം ഉണ്ടായിരിക്കും. അതില് നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ലോകം നിലനിന്ന് പോരുന്നത് തിന്മകൾ കൊണ്ടല്ല. കൂടുതലും ആളുകൾ നന്മ ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപൂർവം ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് നമ്മളത് എടുത്തു കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നോവലിലുള്ള മിക്കവാറും കഥാപാത്രങ്ങൾക്കും, ഇപ്പൊ തപോമയുടെ അച്ഛൻ തന്നെ, അയാൾ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അയാൾക്ക് സംഭവിക്കുന്നുണ്ട്. അയാൾക്ക് അതും സ്നേഹം കൊണ്ടുണ്ടാവുന്ന ഒരു വീഴ്ചയാണ്. അത് പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ തിരിച്ചെടുക്കാനാവാത്ത രീതിയിലുള്ള ഒരു പാപമായിട്ട് അദ്ദേഹത്തിന് മാറുന്നു. അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാവുന്ന തപോമയി വലിയ ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ഗിരിധർ റാവു, അതുപോലെ തന്നെ ഈ ഡോക്ടർ തപസ്സർക്കാനെ പോലെയുള്ള നമുക്ക് തമാശ എന്ന് പറയാവുന്ന രീതിയിൽ പെരുമാറുന്ന അങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും ലോകത്തോട് ചില നന്മകൾ ചെയ്യാനാണ് ഉള്ളത്. അവരുടെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഇത്തരം ചില ദുരൂഹതകളൊക്കെ ഉണ്ടാവും. അത് നമ്മളെല്ലാവരും, ഞാനും വായനക്കാരും അടങ്ങുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഈ നന്മതിന്മകളുടെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ചില പ്രതിസന്ധികളുണ്ടല്ലോ. അതാണ് നമ്മൾ നോവലുകളിൽ അല്ലെങ്കിൽ മിക്കവാറും വലിയ നോവലുകളിലൊക്കെ അതാണ് ശ്രമിക്കുന്നത് ലോകത്ത്. അതിന്റെ ഒപ്പം രാഷ്ട്രീയം തീർച്ചയായിട്ടും വരും. രാഷ്ട്രീയം വരുന്നു, അല്ലെങ്കിൽ ചരിത്രം വരുന്നു, ഇതൊക്കെ പശ്ചാത്തലമായിട്ട് വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ലോകത്തിലുള്ള വലിയ രചനകളുടെയൊക്കെ പ്രമേയങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ഈ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കും. അതിന്റെ കാലാവസ്ഥ മാറുന്നതൊക്കെയാണ് ഈ സത്യത്തിൽ ഈ രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ ഉണ്ടാവുന്നത്. പ്രമേയങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ. അത് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ചില സന്ദർഭങ്ങളെ ആ സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളെ ബാധിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തോന്നൽ. ഈ നോവലിൽ ഇപ്പോൾ സന്തോഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അഭയാർത്ഥികളുണ്ട്, പലായനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ഒരു പ്രതലത്തിന് സമാന്തരമായിട്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യബന്ധങ്ങൾ, അതിനകത്തുള്ള ഇരുട്ടുകൾ, വെളിച്ചങ്ങൾ, നിഴലുകൾ, ഇതാണ് എക്കാലത്തും ആത്യന്തികമായിട്ട് നോവലിൻ്റെ പരിപൂർണ പ്രമേയം എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുപാടുകളുമുള്ളതാണ് അന്തരീക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലും ആ രീതിയിൽ തന്നെ മനുഷ്യാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അത് സാർവത്രികമായി ഏത് സന്ദർഭങ്ങളിലും, ഈ അഭയാർത്ഥി സന്ദർഭങ്ങളിലാവട്ടെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിലാകട്ടെ, അവിടെയൊക്കെ മനുഷ്യ മനസ്സുകൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ആവിഷ്കാരം എന്നുള്ള നിലയ്ക്കാണ് ഈ നോവലിലെ ചില വരികൾ. വെറുതെ ചെന്ന് കാണാൻ മാത്രം അഭയാർത്ഥി ക്യാമ്പിന് എന്താണ് പ്രത്യേകത എന്ന മട്ടിൽ ഞാൻ അയാളെ നോക്കി. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ട് എന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെൻ്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്, അല്ലേ? എവിടെയോ വായിച്ചിട്ടുള്ള കാര്യം ഞാൻ അയാളോട് പറഞ്ഞു. മൂന്നും കാണേണ്ടത് തന്നെ. മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും. തപോമയി സമ്മതിച്ചു. എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിങ്ങനെയാണ് ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കുള്ളൊരു സവിശേഷ പ്രവേശനത്തിൻ്റെ ഒരു ആവശ്യകതയെ ഈ നോവൽ സൂചിപ്പിക്കുന്നത്. ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ സങ്കീർണമായിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ വരുന്നു, തീവ്രതയുള്ള പിതൃപുത്ര ബന്ധം വരുന്നു, നിഗൂഢമായ ലിപികൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞും മങ്ങിയും നിൽക്കുന്നു. ഒരു പക്ഷേ മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഭൂതകാലം അതിൻ്റെ പ്രതലമായിട്ട് നിൽക്കുന്നു. ആ ഭൂതകാലത്തിൻ്റെ വേദന കൊണ്ട് പിടയുന്ന മനസ്സുകൾ നിറയെ നിൽക്കുന്നു. ഒരു പക്ഷേ ഈ നോവലിൻ്റെ മുഖചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ നീലയുടെ പശ്ചാത്തലത്തിൽ ഇരുണ്ട നിറത്തിൽ കാണുന്ന മനുഷ്യരൂപങ്ങൾ അത് അവരുടെ മനസ്സിൻ്റെ തന്നെ പ്രതീകമായിട്ട് വരികയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ആ കഥാപാത്രങ്ങൾ നിറഞ്ഞ തപോമയിയുടെ അച്ഛൻ എന്ന ആ നോവലിൽ നിന്ന് നോവലിസ്റ്റ് തന്നെ ചാപ്റ്റർ റീഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ വരികൾ, അതിലെ പ്രധാനപ്പെട്ട ചില ഖണ്ഡികകളോ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളോ ഒക്കെ വായിക്കുന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ സന്തോഷ് കുമാർ. ആ ഒരൊറ്റ നിമിഷം, ഒരേ ഒരു നിമിഷം, അതായിരുന്നു പിൽക്കാലത്തെ എൻ്റെ ജീവിതം.
അതിന്റെ ഭാരം എന്നെ അമർത്തിക്കൊണ്ടിരുന്നു. കുറിയ മരങ്ങൾ കാവൽ നിന്ന ഒരു ദ്വീപ് മാഞ്ഞുപോയിരിക്കുന്നു. അതിൽ അവശേഷിച്ച ശിലാശിഖരത്തിൽ മരണം കാത്തു നിൽക്കുന്ന രണ്ട് നിഴലുകൾ. ചുറ്റും മഴ പെയ്യുകയാണ്. അവസാനിക്കാത്ത മഴ. ഏതോ പ്രാചീന കാലത്ത് തുടങ്ങുകയും ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന മഴ. അതിലേക്ക് പകച്ചു നോക്കി നിൽക്കുകയല്ലാതെ ഈ ജീവിതത്തിൽ മറ്റെന്ത്? എന്നാലും അത് മറക്കാനായിരുന്നു എന്റെ ശ്രമം. ആ കണ്ണുകളിലെ വേദന നിറഞ്ഞ പരിഹാസം ഞാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്നതായിരുന്നു എന്റെ ആശ്വാസം. കാലക്രമത്തിൽ ഞാനത് മറന്നുകളയുകയും ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ഏതോ ദുരൂഹമായ ചിഹ്ന ഭാഷ നിർദ്ധാരണം ചെയ്യും മട്ടിൽ അവളിതാ എന്റെ ജീവിതത്തെ തുറന്നു വായിക്കുന്നു. എന്റെ ഗോപുരങ്ങൾ തകർന്നു വീണു. ചെയ്യുന്നതല്ല, ചിലപ്പോഴെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റം ഗോപാൽ. ഇത് നിനക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിനക്കേ മനസ്സിലാവുകയുള്ളൂ. ക്യാമ്പിലെ മുഖമില്ലാത്ത മനുഷ്യർ എന്നെ ആക്രമിച്ചു. എന്റെ ശരീരം അപ്പോഴും എനിക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ ചോരവാർന്ന് അയാൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയന്നിരുന്നു. നീയാകട്ടെ ആ ഇരുട്ടിന്റെ മനുഷ്യരുടെ ഛായ ഒരു കുഞ്ഞിൽ കാണുമെന്ന് സംശയിച്ചു. സത്യത്തിൽ അവന് സ്വന്തം ഛായയായിരുന്നെങ്കിൽ നീ കൂടുതൽ ലജ്ജിക്കണമായിരുന്നു ഗോപാൽ. അതിനുശേഷം അവൾ എന്റെ അടുത്തേക്ക് വന്നു. എന്റെ തോളിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി നിർദ്ധയമായ നിസ്സംഗതയോടെ എന്നോട് ചോദിച്ചു, സത്യത്തിൽ തോണിയിലിരുന്ന് നീ അദ്ദേഹത്തെ കണ്ടോ? ഡിഡ് യു സീ ഹിം ഫ്രം ദ ബോട്ട്? ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൾ ജനാലയിലൂടെ കാർക്കിച്ചു തുപ്പി. അതുവഴി അവൾ എന്റെ ജീവിതത്തെ പുറത്തു കളയുകയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞിനെയും എടുത്ത് പതുക്കെ 3 നിലകളും ഇറങ്ങി നടന്നുപോയി. അന്നു മുതൽ ആ പഴയ മഴയുടെ ഇരമ്പം ഞാൻ വീണ്ടും വീണ്ടും കേട്ടു. എന്റെ കൂടാരങ്ങൾ അതിൽ ചോർന്നൊലിക്കുകയും ഞാൻ നനഞ്ഞു കുതിരുകയും ചെയ്തു. ഇടയ്ക്കെല്ലാം ആ ചോദ്യത്തിന്റെ ഇടിമുഴക്കങ്ങൾ ഉണ്ടായി. തോണിയിലിരുന്ന് നീ അയാളെ കണ്ടുവോ? ആ മഴ പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്നും പെയ്തൊഴുകയുണ്ടായില്ല. ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ വായിച്ച ആ ഭാഗത്ത് ജനലിലൂടെ അവൾ കാർക്കിച്ച് തുപ്പി, അതിലൂടെ എൻ്റെ ജീവിതത്തെ അവൾ പുറത്തേക്ക് കളയുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുന്ന, ഞാൻ അതേ വരികൾ തന്നെയല്ല പറയുന്നത്. ഇത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സമയത്ത് വായനക്കാരിൽ ചിലരെങ്കിലും ഈ 2 വരി ഒരു വലിയ കവിതയാണല്ലോ എന്ന് വിചാരിക്കും. ജനലിലൂടെ എൻ്റെ ജീവിതത്തെയാണ് അവൾ കളഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ കവികൾ അവകാശപ്പെടുകയും കവികളുടേത് മാത്രമെന്ന് പറയപ്പെടുകയും ചെയ്യുന്ന അനവധി കാര്യങ്ങൾ കവിതാമയമായിട്ട് ഈ തപോമയിയുടെ അച്ഛനിൽ വരുന്നുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെ വേളയിൽ ഇതിങ്ങനെ എഴുതി പോകുന്ന വേളയിൽ ഇതൊരു കവിതയാണല്ലോ എഴുതി പോയത് എന്നുള്ള വിചാരം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? അങ്ങനെയില്ല. ഞാൻ പണ്ട് മനുഷ്യൻ അറിയാലോ, നമ്മൾ കവിത എഴുതിയിരുന്ന ഒരാളാണ്. കവിത ഈ ഇതുപോലെയല്ല. കവിതയിൽ നമുക്ക് ഇത്ര സ്വാതന്ത്ര്യമില്ല. കുറെ കൂടി സാന്ദ്രമായിട്ട് കൊണ്ടുവരാനുള്ള, കുറെ കൂടി ഒതുക്കാനുള്ള ഒരു സംഭവമാണ് കവിത. അതുകൊണ്ട് കവിത ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 94, 93, 94 കാലഘട്ടത്തില് കവിത ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ ഇതില് ഈ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോപാൽ കുറേശ്ശെ കവിത എഴുതിയിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സാഹിത്യത്തോട് ചെറിയൊരു താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നുള്ള സംഭവമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതില്. ഞാൻ പൊതുവെ പ്രണയം അങ്ങനെ എഴുതാത്ത ഒരാളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രണയം എഴുതരുത് എന്നുള്ളതാണ് റെയ്നർ മാരിയ റിൽക്കെ പറയാം. കാരണം പ്രണയത്തിന് അത് സജീവമായിട്ടുള്ള വലിയൊരു പാരമ്പര്യം, ശ്രേഷ്ഠമായിട്ടുള്ള പാരമ്പര്യം, 100-120 കൊല്ലം മുമ്പാണ് അദ്ദേഹം എഴുതുന്നത്. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അതിന്റെ സർഗാത്മകമായിട്ടുള്ള ധാരകളെ കവച്ചു വെക്കാവുന്ന വലിയൊരു ഊർജം ആവശ്യമുണ്ട്. എന്നാലേ പ്രണയം എഴുതാൻ പാടുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞിട്ട്. ഒരുപക്ഷെ അങ്ങനെ എഴുതാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെ ഒരു ധൈര്യം സംഭരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പ്രണയ എഴുത്ത് വളരെ കുറവാണ് രചനകളിൽ. അല്ലെങ്കിൽ ഭഗ്ന പ്രണയങ്ങൾ എഴുതാം, മുറിഞ്ഞുപോയ പ്രണയങ്ങൾ. അപ്പൊ ഈ നോവലില് പ്രണയ സംബന്ധമായിട്ടുള്ള ചില ഭാഗങ്ങൾ വരണം എന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗം ഇവര് തമ്മിലുള്ള ഒരു പ്രണയമാണ്. ആ പ്രണയം അപ്പൊ ഒരു ഗദ്യം എന്നുള്ളത് കൊണ്ട് ആവിഷ്കരിക്കാൻ പറ്റുന്നതല്ല എന്ന് തോന്നുന്നു. നമ്മൾ സിനിമയിൽ ചില പ്രത്യേക കളർ ടോൺ ഇട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു കവിത ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കവിത വേണം എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് കുറച്ച് മാറ്റിക്കൊണ്ട് കവിത്വമുള്ള കുറച്ച് ഭാഗങ്ങൾ എഴുതുമായിരുന്നു. അത് വിജയിച്ചോ തെറ്റിപ്പോയോ എന്നുള്ളതൊക്കെ വായനക്കാര് പറയേണ്ട ഒരു കാര്യം. ഈ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആകാംക്ഷയിലേക്ക് വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തപോമയിയുടെ അച്ഛനായിട്ടുള്ള ഗോപാൽ ബുർവയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡയറിയിലെ അജ്ഞാതമായ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ ആഖ്യാതാവ് നടത്തുന്ന ശ്രമങ്ങൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്വേഗ ഭരിതത്വം ഉണ്ടാക്കുന്നത്.
അതങ്ങനെ നിലനിർത്തുന്നതിന് താങ്കൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ജ്ഞാനഭാരമാവട്ടെ മറ്റ് കൃതികളിലൊക്കെയുള്ള സവിശേഷമായൊരു രചനാശൈലി അത് വലിയൊരു പാരായണ മികവുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു വിരസത അനുഭവിക്കാൻ കഴിയുന്നില്ല, ഒരു അപാരമായിട്ടുള്ള ഒരു പാരായണ മികവ് അതിന് വരുന്നു. ആ മികവിന് താങ്കളുടെ 3 പതിറ്റാണ്ടുകൾക്കപ്പുറം നീണ്ട എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസോ ഒക്കെ ഗുണമായിട്ട് മാറിയിട്ടുണ്ടോ? അങ്ങനെ പറയാം. ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ ഈ നോവലിലായാലും അല്ലെങ്കിൽ മറ്റു കഥകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കഥയൊക്കെ ഒരു അവസാനം ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാതെ ഒരു പ്രത്യേക സവിശേഷമായിട്ട് ഒരു ഘട്ടത്തിൽ വെച്ച് നിർത്തി കളയുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് തന്നെയാണ് നമ്മൾ കഥ നിർത്തുന്നത്, എങ്കിലും നമ്മൾ തുറന്നു പറയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ത്രില്ലറോ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവലോ പോലെ നമ്മളെല്ലാം പരിഹരിക്കുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെക്കാൾ ബുദ്ധിയുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ വായന പാരമ്പര്യമുള്ള വലിയ വായനക്കാരുടെ മുന്നിലേക്കാണ് നമ്മുടെ രചനയും കൊണ്ട് പോകുന്നത്. അപ്പൊ ഒരുപക്ഷെ ഒരുപാട് രചനകൾ നമ്മളെക്കാൾ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളെക്കാൾ അറിയുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരു പ്രശ്നം ഒരു പ്രത്യേക രീതിയിൽ വെച്ച് നിർത്തുക. അതിനെ നമ്മൾ ഈ പറഞ്ഞ ഓപ്പൺ എൻഡഡ് എൻഡിങ്ങോ അല്ലെങ്കിൽ സീറോ എൻഡിങ് എന്നൊക്കെ പറയാം. അതായത് ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടതില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പൊ തപോമയിയുടെ അച്ഛനില് ഇപ്പൊ ഗോപാൽ ബറുവ തനിക്ക് മാത്രം സ്വായത്തമായിട്ടുള്ള ഒരു ഗൂഢലിപികളിലൂടെ ഒരു രഹസ്യം ഒളിപ്പിക്കുകയാണല്ലോ. ആ രഹസ്യം പിന്നീട് ആഖ്യാതാവിന് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് എന്നതല്ലാതെ അതിനപ്പുറം ആ ഒരു ഗൂഢലിപി സിദ്ധാന്തത്തിലേക്ക് പോകാതെ നിർത്തുന്നത് ആ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ട എന്നതുകൊണ്ടാണോ? അതെ, നിരവധി അവസാനങ്ങള് നിരവധി മനസ്സുകളിൽ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ ബനേഷ് ചിന്തിക്കുന്നതായിരിക്കില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അത് അവരുടെ മനസ്സിൽ അത് ആലോചിക്കാലോ. ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എഴുതുന്ന ഒരാൾക്ക് രണ്ടാമത് വായിച്ചു നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്നാലേ ഒരു വായനക്കാര് നമ്മളത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു രചനയല്ലാതെ മറ്റൊരു അതിനുള്ള ക്ലിഷ്ടതയും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു രചനാ രീതി ഒരിക്കലും ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്റെ കഥകൾ പൊതുവെ വളരെ ദീർഘമായിട്ടുള്ള കഥകളാണ്. എങ്കിലും അതിൽ നിന്ന് എനിക്ക് ഒരു കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എത്ര ദീർഘമായിട്ടുള്ള കഥകളാണെങ്കിലും വായിച്ചു പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നത് അത് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ്. ഈ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താളുകളിലേക്ക് മഴ പെയ്ത് വീഴുന്നതിൻ്റെ പലതരം ഇണക്കങ്ങളും മുഴക്കങ്ങളും ശ്രുതികളും ഒക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിലിപ്പോൾ തപോമയിയുടെ അച്ഛൻ ഗോപാൽ ബറുവ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത് സ്ഥിരമായിട്ടൊരൊറ്റ മഴ. ഇനി ഗൂഢമായിട്ടുള്ളൊരു ലിപി പോലെ വിചിത്രമായ ഭാഷ സംസാരിക്കുന്ന ഗോപാൽ ബറുവ മഴയെ കാണുന്നത് ഒരു പക്ഷേ മറ്റാരും കാണാത്ത രീതിയിലാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ പലതരത്തിലുള്ള മഴകൾ മനുഷ്യർക്ക് ഉണ്ടാവുന്നത്? ഈ പുസ്തകത്തിൽ അഭയാർത്ഥിക്ക് ഒരു മഴയാണ്, വീടിൻ്റെ ടെറസിൽ മറ്റൊരു മഴയാണ്, ഇങ്ങനെ തപോമയിക്കൊരു മഴ, ഗോപാൽ ബറുവയ്ക്ക് എന്നും പഴക്കമുള്ള മഴ, ഇങ്ങനെ പലതരം മഴകൾ ഈ താളുകളിൽ ഇങ്ങനെ വന്ന് പെയ്യുന്നുണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. മഴ ഏത് രീതിയിലാണ് ഒരു അനുഭവമായിട്ട് ഈ നോവലിലേക്ക് വന്നിട്ടുള്ളത് താങ്കളിൽ? ഇവരെല്ലാവരും അനുഭവിക്കുന്നത് അവരുടേതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രതിസന്ധികളാണ്. അതായത് വൈകാരികമായിട്ടുള്ള ഈ പ്രതിസന്ധികളെ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളതാണ് മഴയുടെ ഉദ്ദേശം. ഒരിക്കലും തോരാത്തൊരു മഴ ഒരുപക്ഷെ ഗോപാൽ ബറുവ അതേസമയം വളരെ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ പറ്റി ചിന്തിരിഞ്ഞാലെങ്കിൽ അഭയാർത്ഥികളെ സംബന്ധിച്ച് ഇത്രമേൽ നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ ഇപ്പൊ നമ്മൾ പല സ്ഥലത്തുള്ള പല രാജ്യങ്ങളിലുള്ള അഭയാർത്ഥികളെ എനിക്ക് പോയി കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം അവിടെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവരെ കാണുമ്പോൾ അവർക്ക് മറ്റ് യാതൊരു അവകാശങ്ങളും ഇല്ല. മറ്റുള്ളൊരു ദയാവായ്പിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് മുമ്പിൽ പെയ്യുന്ന മഴ അവരുടെ ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളായിരിക്കും. അതേപോലെ അവര് ഇപ്പോ വർത്തമാനകാലത്ത് അഭിമുഖീകരിച്ചിട്ടിരിക്കുന്ന വേദനകളായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ജീവിതാവസ്ഥകളെയും വൈകാരിക സന്ദർഭങ്ങളെയും പ്രതിനിധീകരിക്കാനായിട്ട് നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ രൂപകം, പ്രത്യേകിച്ച് മലയാളിയെ പോലത്തെ മലയാളിയായിട്ടുള്ള ഒരാൾക്ക് പരിചയമുള്ള ഏറ്റവും വലിയ രൂപകം മഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ലേഖനങ്ങളിലും അതുപോലെ തന്നെ കഥകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതിലെ കൂടുതൽ സാർത്ഥകമായിട്ട് വന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അതെ, തപോമയിയുടെ അച്ഛൻ എന്ന ഈ സന്തോഷ് കുമാറിൻ്റെ ഈ പുസ്തകം DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില 399 രൂപയാണ്. ഈ പുസ്തകം
എന്ത് വായനാനുഭവമാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല ഈ അരമണിക്കൂർ കൊണ്ട്. എഴുത്തുകാരനുമായിട്ട് മുഖാമുഖം സംസാരിച്ചാലൊന്നും മനസ്സിലാക്കാവുന്നതല്ല എഴുത്തുകാരൻ്റെ കൃതിയുടെ വായനാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നേരിട്ട് വാങ്ങുക. ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകം, ആ പുസ്തകം എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു ചുവടുകൂടി സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി, സന്തോഷം ഈ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛനുമായി ഈ നിമിഷം വന്നതിന്. സന്തോഷം, വളരെ സന്തോഷം.